ജീവനക്കാരുടെ തടഞ്ഞുവെക്കപ്പെട്ട ആനുകൂല്യങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്ന ജോയിന്റ് കൌൺസിൽ പീരുമേട് മേഖലാ സമ്മേളനം. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് സൗമ്യ മുരളി അധ്യക്ഷയായിരുന്നു. ജീവനക്കാരുടെ തടഞ്ഞുവെക്കപ്പെട്ട ആനുകൂല്യങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് ജോയിന്റ് കൌൺസിൽ പീരുമേട് മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജനുവരി 22-ന് ജീവനക്കാരും അധ്യാപകരും നടത്തിയ പണിമുടക്ക് കേരളത്തിലെ സർവീസ് സംഘടനാ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്തായി യോഗം വിലയിരുത്തി. യോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം ആർ വിഷ്ണു ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. മേഖലാ പ്രസിഡന്റ് സൗമ്യ മുരളി അധ്യക്ഷയായി. ജില്ലാ പ്രസിഡന്റ് കെ എസ് രാകേഷ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ പി ടി ഉണ്ണി, സംസ്ഥാന കൗൺസിൽ അംഗം ഡി അശോകൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് സുകുമാരൻ, വനിതാ കമ്മിറ്റി സെക്രട്ടറി സി ജി അജിഷ എന്നിവർ സംസാരിച്ചു. അവരുടെ മുന്നണിയുടെ പിന്തുണ കഴിഞ്ഞില്ല. മറ്റ് ഇടത്തിൽ നിന്നുള്ള സ്വതന്ത്രമായി നിന്ന മറ്റ് സംഘടനകളെ കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഭരണത്തിലേക്ക് പോകേണ്ടത് ഗതികേടിലേക്ക് ഇന്ത്യ മുന്നിലേക്ക് സ്വാഭാവികമായിട്ടും അത് ഗതികേടിലേക്ക് എത്തിയപ്പോഴും നമുക്കറിയാം ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിലുണ്ടായിരുന്ന അനൈക്യം തന്നെയാണ് അത്തരത്തിലൊരു നിയമം ഭൂരിപക്ഷത്തോടു കൂടിയെങ്കിലും ഈ ഭരണം നിലനിർത്തുവാൻ വേണ്ടി NDA മുന്നണിക്ക് അത്തരത്തിലുള്ള അവസരം സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള വസ്തുത നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ജനങ്ങളിൽ ഭൂരിപക്ഷവും ആഗ്രഹിക്കാത്ത ഒരു ഭരണമാണ് ഈ ഭരണം കൂടെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള വസ്തുതയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രാജ്യത്തെ കർഷകരെ ഏറ്റെടുക്കുന്ന സമരത്തിനെ കുറിച്ചും രാജ്യത്തെ തൊഴിലാളികളെ ഏറ്റെടുക്കുന്ന സമരത്തിനെ കുറിച്ചും രാജ്യത്തെ ജീവനക്കാരെ ഏറ്റെടുക്കുന്ന സമരത്തിനെ കുറിച്ചും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടി വേദനയും വിഷമവും അതുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളിൽ അഭിപ്രായം പറഞ്ഞു പോകേണ്ടവരാണ് നമ്മളെ എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്ര സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് എത്ര വലിയ ഗൗരവപൂർണമായ രീതിയിലാണ് സിവിൽ സർവീസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള വസ്തുത കാണിക്കുകയാണ്. ഈ രാജ്യത്ത് ഇന്ത്യയുടെ ഭരണാധികാരികൾ തന്നെ പാർലമെന്റിൽ പറഞ്ഞതാണ് 10 ലക്ഷത്തോളം കേന്ദ്ര ഒഴിവുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അതിജീവനവും പോരാട്ടങ്ങളും നമ്മൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മറ്റൊന്നും പറയാനില്ല. നമ്മുടെ ദിനമോൾ ഏറ്റവും നല്ലൊരു മാതൃക കാണിച്ചു തന്ന ഒരു മേഖലയാണ് പീരുമേട് മേഖല. ഇവിടുത്തെ ഓരോ വനിതാ സഖാക്കളും പുരുഷ സഖാക്കളോട് പ്രത്യേകം പറയേണ്ടതില്ല. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ പ്രവർത്തിക്കാനുള്ള സമയം കിട്ടുന്ന ആൾക്കാർ തന്നെയാണ്. എന്നിരുന്നാലും നമ്മളുടെ വനിതാ സഖാക്കൾ കൂടുതലായി സംഘടനാ പ്രവർത്തനത്തിലോട്ട് വരണമെന്ന് തന്നെയാണ് ഈ ഒരു സമ്മേളനത്തിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പുതിയ പ്രസിഡന്റായി സേവ്യർ ജോൺസണെയും സെക്രട്ടറിയായി സൗമ്യ മുരളിയെയും ട്രഷററായി സുമേഷ് വാസുവിനെയും തെരഞ്ഞെടുത്തു.